അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരാഴ്ചക്കാലം കർത്താവിന് പോൽക്കാലം വീണ്ടും നന്ദി കരയറ്റാം. സ്വതന്ത്രയോട് ഒരുമിച്ച് ഒക്കെ ഇന്ന് പോൽക്കാലായിരിക്കാൻ നമുക്ക് സാധിക്കുന്നവർക്ക് നന്ദി കരയറ്റാം. സങ്കീർത്തനങ്ങൾ 32 സങ്കീർത്തനത്തിൻ്റെ ഒരു തുടർച്ചയാണെന്നാണ് പൊതുവെ വേദപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിലയിരുത്തുന്നത്. 32 അധ്യായത്തിൽ ലംഘനം ക്ഷമിച്ചു കിട്ടുന്നതിൻ്റെ മനോഹാരിത മനസ്സിലാക്കിയ ഒരു സ്വപ്നം പറയുക, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആദ്യത്തെ ദിനമെന്ന് പറയുന്നു കിട്ടിയവൻ ഭാഗ്യവാൻ. രണ്ടാമത് പറയുന്നു സ്തോത്രം, ദൈവം കടങ്ങളോർക്കാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. എന്നിട്ട് അവസാന വാക്യത്തിൽ പറയുക, 11 വാക്യത്തിൽ, നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചാനന്ദിപ്പിൻ. സ്തോത്രം. ഹൃദയ പരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ച് ഉല്ലസിക്കും. എന്നിട്ട് നാം ഇന്ന് വായിച്ച സങ്കീർത്തനത്തിന്റെ ആദ്യ വാക്യം വീണ്ടും ഒന്നുകൂടെ അതിനെ സെക്കൻഡ് വേർഷൻ എന്ന് പറയാൻ വേണമെങ്കിൽ അതിനെ പറയുക, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. നീതിമാനാക്കപ്പെടുന്നതിൻ്റെ ആ ഒരു ഭാഗ്യപദവി, അതിൻ്റെ ബ്യൂട്ടി, അതിൻ്റെ മനോഹാരിത അനുഭവിച്ചറിഞ്ഞ ഭക്തനാ പറയുന്നത് നീതിമാന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്ന യഹോവയെ ഘോഷിച്ചു. സങ്കീർത്തനക്കാരൻ മറ്റൊരു ഭാഗത്ത് 51 സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. നീതീകരിക്കപ്പെടുന്ന ഒരു ഭക്തന്, യേശുവിന്റെ രക്തത്താൽ വീണ്ടും ജനനം പ്രാപിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കപ്പെടുന്ന ഒരു വ്യക്തി ജീവിതത്തിന് ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന ഒരു സവിശേഷത എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിറഞ്ഞു കവിയുന്ന സന്തോഷം. നമ്മളൊക്കെ അനുഭവിച്ചതല്ലേ? അതുകൊണ്ട് ആ സന്തോഷത്തിന്റെ ആ മനോഹാരിതയിൽ ദൈവത്തിന് സ്തോത്രമൊക്കെ പറയുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം, ഹല്ലേലൂയ. വീടടക്കം സന്തോഷിച്ചാണ് പുതിയ നിയമത്തിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഒരു പാവി രക്ഷപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നതാണ് അതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നീതീകരണത്തിന് ലഭിക്കുന്ന ആ സന്തോഷം ലോകത്തിൽ ഒന്നിനും തരാൻ കഴിയത്തില്ലെന്നുള്ളത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലേ? ദൈവം നമ്മെ നീതീകരിച്ചതോർത്ത്, നമ്മെ വിശുദ്ധീകരിച്ചതോർത്ത്, നമ്മെ ആ വലിയ പ്രത്യാശയ്ക്കായി സ്തോത്രം നിലനിർത്തുന്നതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇവിടെ പറയുക, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. ഇതൊക്കെ നമ്മൾ മുൻപ് പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് വിശദീകരിക്കാൻ കടന്നു പോകുന്നില്ല. സ്തോത്രം. അവിടെ പറയുക 3 വാക്യത്തിൽ, അവന് പുതിയ പാട്ട് പാടുവിൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പിൻ. സ്തോത്രം. ജീവിതത്തില് ഈ സന്തോഷം അനുഭവിക്കുന്നവന്റെ പ്രത്യേകത 2-3 വാക്യങ്ങൾ പറയുന്നത്, അവനെ കൊണ്ട് മിണ്ടാതിരിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. അവനെ കൊണ്ട് അടങ്ങിയിരിക്കാൻ കഴിയില്ല. ഇത് സത്യമാണ്. ജീവിതത്തെ അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയുകയാണ്. ഇത് അനുഭവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് പറയുക, ദൈവിക സന്തോഷം നമ്മൾ അനുഭവിച്ചെങ്കിൽ അത് അനുഭവിച്ചവന് തന്നിൽ തന്നെ അടങ്ങി മൗനമായിരിക്കാൻ കഴിയുന്നതല്ല. സ്തോത്രം. അവനൊന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ സന്തോഷം പ്രകടിപ്പിക്കുകയും മറ്റുള്ളവർ ഈ സന്തോഷം അനുഭവിക്കത്തക്കവണ്ണം ഒരു മുഖാന്തരമായി തീരുകയും ചെയ്യും. സ്തോത്രം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആ രീതികളിൽ പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ ഇന്ന് മുതൽക്കാലം ഒരിക്കൽ കൂടെ നാം പ്രാപിച്ച രക്ഷയ്ക്ക് എത്രമാത്രം സന്തോഷം നമ്മൾ അനുഭവിക്കുന്നുണ്ടെന്ന് നാം തന്നെ ഒന്ന് പരിശോധിക്കുവാനായിട്ട് സ്തോത്രം. ഇങ്ങനെ നീതീകരണം പ്രാപിച്ച് സന്തോഷിച്ച് ആനന്ദിക്കുന്ന ഒരു ഭക്തൻ, ദൈവം അവന്റെ ജീവിതത്തിൽ എങ്ങനെയെല്ലാം
ദൈവത്തെ കൊണ്ട് അവൻ ആവശ്യമുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു സങ്കീർത്തനം കൂടിയാണ് ഈ സങ്കീർത്തനം. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദൈവം എങ്ങനെ ഒരു നീതിമാന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് ഒത്തിരി ഉദാഹരണങ്ങളെ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം ലംഘനം ക്ഷമിച്ചു, പാപം മറച്ചും കൊടുത്ത ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, ദൈവം നീതീകരിച്ച ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെയെല്ലാം പ്രവർത്തിക്കും. സ്തോത്രം. എന്തെല്ലാം ദൈവത്തിന്റെ എന്തെല്ലാം ഫാക്ടേഴ്സ് എന്റെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന്, അല്ലെങ്കിൽ അതെങ്ങനെയായാലും മലയാളത്തിൽ പറഞ്ഞു വരാൻ എനിക്ക് അല്പം വിഷമം തോന്നിയ അത് ഒന്ന് വേർഡ്സിലിടാൻ. സ്തോത്രം. എന്നോട് ചേർന്ന് ചിന്തിക്കുമെന്ന് ഞാൻ കരുതുക. ദൈവം എങ്ങനെയൊക്കെ സ്തോത്രം അവന്റെ ജീവിതത്തിൽ ഇടപെടുന്നു, ദൈവത്തിന്റെ എന്തെല്ലാം ഘടകങ്ങൾ അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അവന്റെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഈ സങ്കീർത്തനത്തിൽ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. പ്രധാനമായും യഹോവയുടെ 3 കാര്യങ്ങൾ ഇവന്റെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ്. ആദ്യത്തേത് 5-ാമത്തെ വാക്യത്തിലാണ് നാം അവിടെ, 4-ാമത്തെ വാക്യത്തിലാണ് നാം അവിടെ കാണുന്നു, യഹോവയുടെ വചനം നേരുള്ളത്. വായിച്ചാട്ടെ. അവന്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്. അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. നോക്കുക, ദൈവത്തിന്റെ വചനം ഒരു വ്യക്തിയിൽ എത്രമാത്രം ക്രിയ ചെയ്യുന്നുണ്ട് എന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറയുമ്പോൾ ആദിയിൽ അവൻ തന്റെ വാക്കിനാൽ സകലത്തെ സൃഷ്ടിച്ചു. അവൻ ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വെന്ന, അവൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന. ഈ ശക്തിയുള്ള, നമ്മൾ കഴിഞ്ഞ ദിവസം BBS പഠിപ്പിക്കുന്ന സമയത്ത് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെയാ പഠിപ്പിക്കാൻ ഉള്ള അവസരം കിട്ടിയത്. ആ കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ 2-3 പാഠങ്ങൾ എന്ന് പറയുന്നത് തിരുവെഴുത്തിന്റെ മനോഹാരിതയെ കുറിച്ചാണ്. അതിലൊരു ചാപ്റ്ററാണ് തിരുവെഴുത്തിന്റെ ശക്തി എന്നുള്ളത്. ദൈവവചനത്തിന്റെ ശക്തി, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനവും അതെന്ത് പ്രവൃത്തി ചെയ്യാമെന്ന് ആഗ്രഹിച്ചു വരുന്നുവോ അത് നിവർത്തിക്കാതെ മടങ്ങി വരികയില്ല എന്ന് നാം ദൈവവചനത്തെ കുറിച്ച് കാണുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനത്തിന് ശക്തമായ ഒരു പ്രാധാന്യമുണ്ട്. ഇന്ന് കാലത്ത് പ്രസംഗങ്ങൾ വിരളമല്ല, പക്ഷേ വചനം ദുർലഭമാണ്. സ്തോത്രം. പ്രസംഗങ്ങൾ വിരളമല്ല. യൂട്യൂബിലോ ഫേസ്ബുക്കിലോ TV തുറന്നു വെച്ചാൽ പണ്ടൊക്കെ ഒരു ആത്മീയ ചാനൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പൊ നോക്കിയാൽ നേരെയായിട്ട് ക്രിസ്ത്യൻ ചാനലുകളാണ്. സ്തോത്രം. അപ്പോൾ പ്രസംഗങ്ങൾ വിരളമല്ല, പക്ഷെ വചനം ദുർലഭമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദുരുപദേശങ്ങൾ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന, സ്വന്തം ചിന്തകൾക്കനുസരിച്ച്, സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച്, സ്വന്തമായ ലോജിക്കിനകത്ത് ദൈവവചനത്തെ കൊട്ടിക്കളയുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം അത് ഭാവികാലത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് അപ്പോസ്തലൻ പറയുകയാണ്. ആളുകൾ കെട്ടുകഥകളിലേക്ക് തിരിയും, കീഴടിക്കഥകളിലേക്ക് തിരിയും. സ്തോത്രം. ദൈവവചനത്തിന്റെ മനോഹാരിത അത് എത്രത്തോളം ഒരു ഭാവിയെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളത് നോക്കാതെ അതിന് പകരം ഇഷ്ടത്തിനനുസരിച്ച് കെട്ട് കഥകളെ ഉണ്ടാക്കി, കിഴവി കഥകളെ ഉണ്ടാക്കി കർണരസമാകുമാറ് ജനങ്ങൾക്ക് മുന്നിൽ വിളമ്പുന്ന ഒരു കാലഘട്ടം വരുമെന്ന് ഭാവികാലത്തെ കുറിച്ച്, അന്ത്യകാലത്തെ കുറിച്ച് സ്തോത്രം അപ്പോസ്തലൻ പ്രവചനാത്മാവ് എഴുതുകയാണ്. അങ്ങനെയുള്ള പകൽക്കാലം അങ്ങനെ ഒരു അനുഭവത്തിലല്ലേ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്ത് ദൈവവചനത്തെ വാസ്തവമായി പഠിക്കുന്നവരായി ഞാനും നിങ്ങളും തീരേണ്ടത് അനിവാര്യമല്ലേ? സ്തോത്രം. മാറ്റിവെക്കുവാൻ കഴിയാത്ത ഒരു ഭാഗമല്ലേ? ദൈവവചനം പറയാം, വചനം അറിയാത്തത് കൊണ്ട്, ദൈവവചനത്തിൽ ഗ്രാഹ്യമില്ലാത്തത് കൊണ്ട് സ്തോത്രം ജനം തെറ്റുകളിലേക്ക് വീണു പോവുകയാണ്. നല്ല ഉത്തമ ഒരു ഉദാഹരണമാണ് തെറ്റിൽ നിന്ന് മാറിയ കർത്താവിന്റെ ഉദാഹരണം. സ്തോത്രം. ഒരേ ദൈവവചനത്തെ പലവട്ടം പലതരത്തിൽ കൊട്ടിക്കളഞ്ഞ്
പിശാച് കർത്താവിനെ പരീക്ഷിക്കാൻ നോക്കുമ്പോൾ ന്യായപ്രമാണത്തിൽ അറിവുള്ളവനായി, ന്യായപ്രമാണത്തിന്റെ ഉപജ്ഞാനം എന്ന് പറയട്ടെ, ന്യായപ്രമാണത്തിന്റെ സൃഷ്ടികർത്താവായിരിക്കുന്നവൻ സ്വന്തം ദൈവവചനത്തിന്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് വചന സത്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ പിശാചിനെ ദൂരെ അകറ്റുന്നത് നാം ഈ കർത്താവിൽ കാണുന്നില്ലേ? പകൽക്കാലം വചനം നമ്മെ ജീവിപ്പിക്കണം, വചനം നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ചെയ്യണം. സ്തോത്രം. ദൈവവചനത്തിന് ഇടം കൊടുക്കുന്നവരായി തീരണം നാം ഓരോരുത്തരും. ദൈവവചനം വായിക്കുവാൻ, ദൈവവചനം പഠിക്കുവാൻ, ദൈവവചനത്തിൽ അനുസരിച്ച് ജീവിക്കുവാൻ നാം സമയങ്ങളെ, ജീവിതത്തെ സമർപ്പിക്കുവാനായിട്ട് ഇടയായി. ഇത് കേൾക്കുമ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു ആഹ്വാനം വരുന്നുണ്ട്, എനിക്കറിയാം. സ്തോത്രം. ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമല്ല പറയുന്നത്. പക്ഷെ ഞാൻ ഈ വചനത്തിന് മുമ്പിൽ ദൈവസഭയോട് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ദൈവവചന ചിന്തകൾക്ക് പഠിക്കുന്നതിന്, വളരുന്നതിന്, വചനത്തിൽ ഉയരുന്നതിന്, വചനത്തിൽ വളരുന്നതിന് നാം നേരങ്ങളെ കണ്ടെത്തുന്നില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമ്മോട് ഇടപെടുകയാണ്. അതിന് സമയത്തെ കണ്ടെത്തണം. സ്തോത്രം. ചില നേരങ്ങൾ ജീവിതത്തിൽ കൃത്യമായി അതിനുവേണ്ടി മാറ്റിവെക്കുവാൻ തക്കവണ്ണം ഇടയായി ചെയ്യണം. പലയിടങ്ങളിൽ ദൈവവചനം കേൾക്കുന്നതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷെ കേൾക്കുന്നതെല്ലാം ദൈവവചനത്തോട് പൊരുത്തപ്പെട്ടു പോകുന്നോ എന്ന് ശരിയായി പഠിക്കുക. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ സ്തോത്രം, തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അത് ഒന്നാമത്തെ ഘടകമാണ്. രണ്ട്, ഇതിനെക്കുറിച്ച് നമുക്ക് അറിവുണ്ടാകണം. ഒരാൾ പ്രസംഗിക്കുമ്പം എടാ ഇങ്ങനെ അല്ലല്ലോ ഇന്ന ഭാഗത്ത് പറയുന്നത് എന്ന് നമ്മുടെ ഹൃദയത്തിൽ തോന്നത്തക്കണം. ഇതിനെ കുറിച്ച് അറിവുണ്ടാകണം. ഇങ്ങനെ തെറ്റിപ്പോകുമെന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ അത്രയും തിട്ടമായിട്ട് അത്രയും എന്താ പറയുന്നത്, സ്പെസിഫിക് ആയിട്ട് പറയാം. ചിലപ്പോൾ ഞാൻ പ്രസംഗിക്കുമ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടെന്ന്. ഞാനും മനുഷ്യനാണെന്നേ. മാനസിക ചിന്തകൾ ചില സമയങ്ങളിൽ വചനത്തോട് കൂട്ടിക്കുഴച്ച് ഞാനും പ്രസംഗിച്ചെന്ന് വരാമെന്നേ. അങ്ങനെ വലുതേനുള്ള വാർത്തയിലാണ് ജീവിക്കുന്നത്, എന്നാലും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രസംഗിച്ചാലും എന്ത് ചെയ്യണം? ഇതിനോട് ഒന്ന് ചേർത്ത് വെച്ച് പഠിച്ചു നോക്കണം, പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന്. ഒന്ന് ദൈവത്തിന്റെ വചനം, അതിനെക്കുറിച്ച് ഒത്തിരി ഇവിടെ പറയുന്നുണ്ട്. ദൈവത്തിന്റെ വചനം എത്രമാത്രം ശക്തിയുള്ളതാണെന്ന്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങളെ വായിച്ച് മുമ്പോട്ട് പോയി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു. ഒരു വചനത്തെ നിന്നാ പറയുന്നത്, ദൈവവചനം അങ്ങനെയാ പറയുന്നത്. അവൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ വെള്ളം നിൽക്കേണ്ടടത്ത് നിൽക്കുകയില്ല. അവൻ മണൽത്തരികളെ കൊണ്ട് തിരമാലകൾക്ക് അതിരിട്ടെന്ന് പറയുകയാണ്. അപ്പൊ എത്രമാത്രം അനിവാര്യമാണ്, എത്രമാത്രം ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം. അതാമത് വാക്യത്തിലേക്ക് ഓടിപ്പോകാം. അവിടെ പറയുക, യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു. എന്നിട്ട് 11ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ് യഹോവയുടെ ആലോചന. ഒന്ന് യഹോവയുടെ വചനം, രണ്ട് യഹോവയുടെ ആലോചന. അതിനെക്കുറിച്ച് ഇവിടെ പറയുക, ശാശ്വതമായും അവന്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായും ഇരിക്കുന്നു. ഒരാൾ വേഗത്തിൽ നിന്ന് എടുത്തു വായിച്ചാട്ടെ യിരെമ്യാ പ്രവചനം 29-ാം അധ്യായം 11 മുതൽ ചില വാക്യങ്ങൾ. യിരെമ്യാ പ്രവചനം 29-ന്റെ 11 മുതൽ ചില വാക്യങ്ങൾ. സ്തോത്രം. ഒന്ന് ദൈവത്തിന് തന്റെ നിരൂപണങ്ങളെ കുറിച്ചും ദൈവത്തിന് തന്റെ ആലോചനകളെ കുറിച്ചും കൃത്യമായ ബോധ്യമുണ്ട്. ബോധ്യമില്ലാതെയല്ല എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ദൈവം ആലോചിക്കുന്നത്. നമ്മുടെ ഇന്നലകളെയും ഇന്നലെയും നാളെയും അറിയുന്നവനാണ് നമ്മെ കുറിച്ച് നിരൂപണമുള്ളവനായിരിക്കുന്നതെങ്കിൽ അവൻ കൃത്യമായി ഇന്നാണ് ഞാൻ നിരൂപിക്കുന്നത് എന്ന് അറിയുന്നവനാണ്. സ്തോത്രം. അത് ദൈവത്തിന്റെ പ്രത്യേകതയാണ്. ദൈവത്തിന്റെ പ്രത്യേകതയാ അവൻ തിന്മ ചെയ്യുന്ന ദൈവമല്ല, അവൻ നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ എന്നുള്ളത് ദൈവത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അത് ഒരു കാലത്ത് മാറ്റാൻ പറ്റത്തില്ല. എന്തെങ്കിലും ദൈവം തിന്മ ചെയ്താൽ അവൻ ദൈവമല്ല. സ്തോത്രം.
അതുകൊണ്ട് ദൈവത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങളെ കുറിച്ച് എന്ത് നിരൂപണം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു പക്ഷേ അത് തിന്മയായി തോന്നിയാലും എന്റെ ദൃഷ്ടിയിൽ അവ നന്മയ്ക്കുള്ളത് തന്നെയാണ്. സ്തോത്രം. ഒന്ന്, നിന്നെ കുറിച്ചുള്ള ആലോചനകൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം ഇന്നതാണെന്ന്. അല്ലാതെ കാലം മാറുമ്പോ അയ്യോ ഇങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞ് സഹതപിക്കുന്ന ദൈവമല്ല ദൈവം. മറിച്ച് ഇവരെ കുറിച്ച് എനിക്കുള്ള പദ്ധതികൾ ഇന്നതാണെന്ന് കൃത്യമായിട്ട് അറിയാം. നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ദൈവത്തിന്റെ പദ്ധതികൾ. ഇങ്ങോട്ട് വരട്ടെ. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. എന്നാൽ ദൈവത്തിന്റെ ആലോചന നമുക്ക് ശരിയായി പ്രാപിക്കുവാൻ കഴിയണമെങ്കിൽ, ദൈവത്തിന്റെ ആലോചന പോലെ തന്നെ പ്രാപിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ അവന്റെ സന്നിധിയിൽ ചെന്ന് അന്വേഷിക്കാൻ കഴിയാത്ത. പലപ്പോഴും ദൈവത്തിന്റെ ആലോചന നമുക്ക് പ്രാപിക്കുവാൻ കഴിയാത്തത്, ഒന്ന്, പൂർണ്ണ ഹൃദയത്തോടെ അല്ല ചെല്ലുന്നത്. എന്റെ പകുതി കോൺസെപ്റ്റും വെച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധി ചെല്ലുമ്പോൾ ദൈവത്തിന് ഇടപെടുവാൻ സ്വന്തം പരിമിതിയുണ്ടെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ പലപ്പോഴും ദൈവം ഇടപെടുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. കാരണം എന്റെ ചിന്തകളാണ് മുൻപിൽ നിൽക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ ആലോചനയ്ക്കായി സത്യസന്ധമായി കാക്ഷിക്കുന്നെങ്കിൽ നാം അവനെ അന്വേഷിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ നാം അന്വേഷിക്കുമ്പോൾ അവനെ കണ്ടെത്തുവാൻ, അവന്റെ ആലോചനകൾ കണ്ടെത്തുവാൻ, അവന്റെ ഹിതം എന്താണെന്ന് കണ്ടെത്തുവാൻ ഇടയായിത്തീരും. സ്തോത്രം. എന്നിട്ട് പറയാം, നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. സ്തോത്രം. പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ അവനെ അന്വേഷിക്കുന്ന ഒരു സ്വഭാവം. അടുത്തത് ആ ഒരു മേഖലയിലേക്കാണ് ചിന്തകൾ തിരിക്കുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതം അന്വേഷിക്കുന്ന ഒരു സ്വഭാവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, നീതിമാനാക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ ഒന്ന് ചിന്തിച്ചു, ദൈവവചനവുമായി നേരം ചിലവിടുന്ന ചില നേരങ്ങൾ ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. രണ്ട്, ദൈവത്തോട് ആലോചന ചോദിക്കുന്ന നേരങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. ഒന്ന് പരിശോധിച്ച് നോക്കണം. പലപ്പോഴും ഈ നേരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോയിട്ടില്ലേ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരിക്കൽ കൂടെ നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ദൈവസന്നിധിയില് ദൈവത്തോട് ആലോചന ചോദിക്കണം. നമ്മൾ എത്രയോ ഓരോ കാര്യങ്ങൾ എപ്പോഴും വെക്കുന്നതിന് മുന്നേ ഇരുന്ന് ആലോചിച്ച് നേരം കളയുന്ന പ്രിയമുള്ളവരെ. എത്ര കണക്കൂട്ടൽ കൂട്ടിയിട്ട് കണക്ക് പുസ്തകം കീറിക്കളയുന്നു. സ്തോത്രം. ദൈവത്തോട് ആലോചന ചോദിക്കാൻ ഒരു അല്പസമയം നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് മാറ്റിവെക്കുവാൻ നമുക്ക് കഴിയുന്നില്ല? സ്തോത്രം. സ്തോത്രം. ദൈവത്തോട് ആലോചന ചോദിക്കണം. കാരണമുണ്ട്. അതിന് തുറന്നുള്ള വാക്യങ്ങളിൽ പറയുകയാണ്. 16-ാമത്തെ വാക്യം, സൈന്യബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല. സ്തോത്രം. നമ്മൾ വലിയ ആലോചനയൊക്കെ കഴിച്ച് വലിയ സൈന്യങ്ങളെ ഉണ്ടാക്കി. പഴയ നിയമത്തിന്റെ കാലഘട്ടത്തിൽ നോക്കി നമുക്കറിയാം. സ്തോത്രം. അവർ മിസ്രയീമിൽ നിന്ന് കുതിരകളെ മേടിക്കുമായിരുന്നു. മിസ്രയീമ്യ സൈന്യത്തിന്റെ സഹായം ചോദിക്കുമായിരുന്നു. സ്തോത്രം. എന്തെങ്കിലും ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഒരു രാജാവ് എന്തെല്ലാം സന്നാഹങ്ങളെ ഉണ്ടാക്കാൻ കഴിയുമോ അവയെല്ലാം ഉണ്ടാക്കി ആലോചന ചോദിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, സ്തോത്രം, ദാവീദ് പറയുകയാണ്, സ്തോത്രം, ദൈവമേ, സൈന്യത്തിന്റെ ബഹുത്വം കൂട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചിന്തിക്കുന്നത് കൊണ്ടല്ല എന്റെ യുദ്ധം ഞാൻ ജയിക്കുവാനായിട്ടിടയായിത്തീരുന്നത്. മറിച്ച് ദാവീദിന് നല്ലൊരു മാതൃകയുണ്ട്. അവൻ എപ്പോഴെല്ലാം യുദ്ധം വരുന്നുവോ, എപ്പോഴെല്ലാം പടക്കൂറ്റം പാഞ്ഞു വരുന്നുവോ, അവൻ ദൈവത്തിന് മുമ്പിൽ ചെന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദൈവമേ, ഞാൻ ഇവർക്കെതിരായി പുറപ്പെടണമോ? ഇതൊരു നല്ല ക്ലിയർ സ്റ്റേറ്റ്മെന്റ് ആണ്. ദാവീദ് ചോദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഞാൻ ഇവർക്കെതിരായി പുറപ്പെടണമോ? അടുത്ത സ്റ്റേറ്റ്മെന്റ് അവളോട് തീരുന്നില്ല, നീ ഇവരെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുമോ?
ഏത് പദ്ധതിക്ക് മുൻപേ ദൈവത്തോടൊന്ന് ചോദിക്കുമെന്ന്, കർത്താവേ ഞാൻ ഈ പദ്ധതി ചെയ്യണോ, ഇതെനിക്ക് വിജയകരമായി തീരുമോ? അല്ലാതെ സ്വന്തം ചിന്തകളിൽ ഒത്തിരി പദ്ധതികളിട്ട് ഇറങ്ങി തിരിച്ച് അതിനെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ നഷ്ടത്തിന്റെ മുകളിൽ നഷ്ടമായി മുന്നോട്ട് പോകുമ്പോൾ ചിലയിടങ്ങളിൽ ആലോചന ചോദിക്കുന്നത് തെറ്റിപ്പോയെന്നുള്ളത് തിരിച്ചറിഞ്ഞ് പകൽക്കാലം ദൈവസന്നിധിയിൽ മടങ്ങി വരാൻ ഇടയായിത്തീരട്ടെ. ചിലയിടങ്ങളിൽ ഇത് ദൈവഗീതമാണോ എന്ന് ചോദിക്കാൻ മറന്നുപോയത്, സ്വന്തഗീതങ്ങളെ മുന്നിൽ നിർത്തി ദൈവഗീതമാണോ എന്ന് ചോദിച്ചപ്പോൾ ദൈവത്തിന്റെ ആലോചന പ്രാപിക്കാൻ കഴിയാതെ പോയത്. അങ്ങനെ നഷ്ടങ്ങളിൽ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം തിരിച്ചു വരുവാൻ ദൈവം ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ തരികയാണ്. അവസാന ഭാഗത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. സ്തോത്രം. 1 ദൈവത്തിന്റെ വചനം, 2 ദൈവത്തിന്റെ ആലോചന. അതിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടായിരിക്കും. 18-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേൽ. ഇങ്ങനെ ദൈവത്തിന്റെ ആലോചന ചോദിക്കുന്ന, ദൈവത്തിന്റെ വചനത്തിന് ഇടം കൊടുക്കുന്ന ഒരു ഭക്തന്റെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടി. ദൈവം നമുക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരണമെങ്കിൽ നമ്മൾ ഈ രീതിയിലൊക്കെ ദൈവത്തോട് ആലോചന ചോദിക്കുന്നവരായിരിക്കണം. അല്ലാതെ കണ്ടവനും കേട്ടവനും ഒന്നും തോന്നിയതുപോലെ ആലോചന പറഞ്ഞു കൊടുക്കുമെന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കേസസ് ഉണ്ടെങ്കിൽ അത് പൊതു ഉപദേശമാക്കി മാറ്റാനൊന്നും സാധിക്കത്തില്ല. അത്രയും പറഞ്ഞ് ഞാൻ അവിടെ വിടുകയാണ്. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുക. പ്രിയ ദൈവവചനത്തിന് നമ്മൾ സമയം കൊടുക്കുന്നെങ്കിൽ ശാന്തമായിട്ട് എതിർപ്പാണെന്നുണ്ടെങ്കിൽ കീറിയായിട്ട് സംസാരിക്കാം. പക്ഷെ അങ്ങനൊന്നും സംസാരിക്കുന്നില്ല. വളരെ സാവധാനം പറയുക. ദൈവവചനത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുന്നെങ്കിൽ, ദൈവവചനത്തെ അന്വേഷിച്ച് നടക്കുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ ആലോചന നാം ചോദിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ, അത് കണ്ടെത്തുവോളം അവന്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് അവിടുത്തെ ആലോചനയ്ക്ക് നാം നേരങ്ങളെ ചിലവഴിക്കുന്നുവെങ്കിൽ അവൻ നമ്മുടെ മേൽ ദൃഷ്ടി വയ്ക്കുകയും ചെയ്യും. അവന്റെ ദൃഷ്ടി നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാനുള്ളതാണ്. സ്തോത്രം. എത്രയേറെ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും, മരണകരമായിരിക്കുന്ന അനർത്ഥങ്ങൾ നമ്മെ ചുറ്റി വളഞ്ഞാലും, ദൈവത്തിന്റെ ദൃഷ്ടി എന്നോടും നിങ്ങളോടും കൂടെ ഇരിക്കുന്നു എങ്കിൽ അവൻ നമ്മെ നാശകരമായ മഹാമാരിയിൽ നിന്നും സകലവിധമായ ദുഷ്ടന്റെ കെണികളിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ ഇടയായിരിക്കും. സംശയമില്ല. അങ്ങനെയുള്ളവരെ കുറിച്ച് അവസാനത്തെ 3 വാക്യം പറയുന്നത് വായിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. ഒന്ന് വായിച്ചാട്ടെ. നമ്മുടെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, അവൻ നമ്മുടെ സഹായവും പരിചയം ആകുന്നു. അവന്റെ വിശുദ്ധ നാമത്തിൽ നാം ആശ്രയിക്കാൻ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. നീതിമാനായിട്ടുള്ളതിന്റെ സന്തോഷമുണ്ട്. പക്ഷെ സങ്കീർത്തനക്കാരൻ അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ പറയുക, നമ്മുടെ സന്തോഷം കണ്ടിന്യൂ ആയി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിലുള്ള ആശ്രയം കണ്ടിന്യൂസ് ആയിരിക്കണം. പലപ്പോഴും വലിയ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ ഓടി ഭയങ്കര സന്തോഷമാണ്, തുള്ളിച്ചാടല്ല. കാലക്രമേണ ഈ സന്തോഷം നഷ്ടപ്പെട്ട്, ദൈവത്തിലുള്ള ആശ്രയം നഷ്ടപ്പെട്ട് നിരാശയിലേക്ക് പോകുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ ദൈവവചനം നമ്മളോട് ഇടപെടുന്നത് പോലെ അവന്റെ വിശുദ്ധ നാമത്തിൽ കണ്ടിന്യൂസ് ആയി നിലനിൽക്കുന്ന ഒരാശ്രയം ഉണ്ടാകട്ടെ. അവനിൽ സ്തോത്രം നമ്മെ സമർപ്പിക്കാം. അങ്ങനെയെങ്കിൽ നമ്മുടെ സന്തോഷം നിലനിൽക്കും. യഹോവേ, ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നത് പോലെ നിന്റെ ദയ ഞങ്ങളുടെ ഉണ്ടാകും. ചില കാര്യങ്ങളൊന്നും ഇവിടെ കണ്ടുകൂടിയിരിക്കുകയാണ്. സ്തോത്രം. 1, ദൈവവചനത്തിന് സമയം കൊടുക്കുന്നവരായിരിക്കുക. 2, ദൈവത്തിന്റെ ആലോചനയ്ക്ക് സ്തോത്രം അത് പ്രാപിക്കുവോളം ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നവരായിരിക്കുക. നാം അവസാനം വായിച്ചതുപോലെ. 3, അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ദൃഷ്ടി നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ സകലവിധമായ അനർത്ഥങ്ങളിൽ നിന്നും, സകലവിധമായ മരണഭീതിയിൽ നിന്നും, മരണത്തിൽ നിന്നും വിടുവിക്കുവാൻ അവൻ സർവശക്തനാണ്. സ്തോത്രം. ഈ ആശ്രയം നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ സ്തോത്രം ഈ സന്തോഷം നമ്മളിൽ നിരന്തരമായി നിലനിൽക്കുവാനായിട്ട് നമ്മെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ദൈവങ്ങളിലേക്ക് ഈ വചനങ്ങളാൽ ദൈവമേ അനുഗ്രഹിക്കാം.